കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി ഏതാണ്? അതിരാണി. 2025 മെയ് 24 വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് അറബിക്കടലിൽ ചെരിഞ്ഞ ചരക്ക് കപ്പലിന്റെ പേര് ഏതാണ്? ഓപ്ഷൻ എ MSC എൽസ 3. ഗൂഗിൾ അവതരിപ്പിച്ച ത്രിമാന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ബീമാണ്. ഓക്കെ. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ദൗത്യമേത്? ഏതാണ്? ഓപ്ഷൻ സി ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? ഓപ്ഷൻസ് നോക്കേ. ഇവിടെ ഏത് ഭാഷയിലെ എഴുത്തുകാരിയായിരിക്കും? ഏതായിരിക്കും? കന്നഡ. ഏതാണ്? ഓപ്ഷൻ ഡി കന്നഡ. 2025 മെയ് 18 ISRO നടത്തിയ ഏത് വിക്ഷേപണമാണ് പരാജയമായി തീർന്നത്? അപ്പൊ ISRO നടത്തിയത് അത് ഏത് വിക്ഷേപണമാണ് പരാജയമായി തീർന്നത്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? PSLV 61. ഏത് രാജ്യത്തിന്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം? അപ്പൊ ഏതിന്റെ ആയിരിക്കും അത്? ഓപ്ഷൻ ബി. ഏതാണ്? അമേരിക്കയുടെയാണ്. ആരുടെയാണ്? അമേരിക്കയുടെയാണ്. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമേത്? അപ്പൊ ഏത് രാജ്യമായിരിക്കും ഇങ്ങനെ വിലക്കേർപ്പെടുത്തിയത്? റഷ്യയാണ്. ഓപ്ഷൻ എ. ഏതാണ്? റഷ്യയാണ്. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ കായിക താരമാര്? അപ്പൊ ആരായിരിക്കും അത്? നീരജ് ചോപ്രയാണ്. ഓപ്ഷൻ ബി. നീരജ് ചോപ്ര. 2025 മെയ്യിൽ അന്തരിച്ച ഡോക്ടർ ജയന്തി നർലിക്കർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത്? അപ്പൊ ഏത് മേഖല ആയിരിക്കും അത്? ഏത് മേഖലയാണ്? ജ്യോതിശാസ്ത്രമാണ്. ഓപ്ഷൻ സി. ഏതാണ്? ജ്യോതിശാസ്ത്രം. രാജ്യത്തെ ഏത് തീവണ്ടിയിലാണ് ആദ്യമായി ATM സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്? അപ്പൊ ഏതായിരിക്കും? ഏത് ട്രെയിൻ ആയിരിക്കും അത്? ഏതായിരിക്കും അത്? പഞ്ചവടി എക്സ്പ്രസ്. ഏതാണ്? ഓപ്ഷൻ ബി. പഞ്ചവടി എക്സ്പ്രസ്. കന്നഡ ഭാഷയിലെ സിനിമയായ ലവ് യുവിന്റെ സവിശേഷത എന്ത്? എന്തായിരിക്കാം അതിന്റെ സവിശേഷത എന്ന് പറയുന്നത്? നിങ്ങൾ ഓപ്ഷൻസ് നോക്കേ. ഏതൊക്കെയാണെന്ന് ഓപ്ഷൻസ് നോക്കേ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്? പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമയാണ്. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ. ഓക്കെ. ജസ്റ്റിസ് BR ഗവായി സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? അപ്പൊ എത്രാമത്തെ ആയിരിക്കും? 52ാമത്തെയാണ്. ഓപ്ഷൻ ബി. 52ാമത്തെയാണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി AI അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി AI അധിഷ്ഠിത സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ ഏത് സംസ്ഥാനമായിരിക്കും അത്? ഛത്തീസ്ഗഡ് ആണ്. ഓപ്ഷൻ എ. ഏതാണ്? ഛത്തീസ്ഗഡ്. നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ രൂപ ദിൽന എന്നിവർ സ്വന്തമാക്കിയ നേട്ടം ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. എന്താണത്? സാഗര പരിക്രമണം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതകൾ. ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കേ. ഇന്ത്യൻ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ആര് എന്നാ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ആരായിരിക്കും അത്? ആരാ? ഓപ്ഷൻ എ ആണ്. ശുഭ്മാൻ ഗിൽ. ആരാണ്? ശുഭ്മാൻ ഗിൽ ആണ്. ഓക്കെ. അടുത്ത് നോക്കേ. കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോത്ത് സ്വീകരിച്ച നാമം ഏത്? ഏത് നാമമായിരിക്കും സ്വീകരിച്ചത്? ഏതായിരിക്കും സ്വീകരിച്ചത്? നിങ്ങൾ ഓപ്ഷൻസ് നോക്കേ. ഏതാണ്? ലിയോ 14 അല്ലേ? ലിയോ 14. സംസ്കൃതിക പാഞ്ച അധ്യായി എന്ന പുസ്തകം ഏത് നേതാവ് നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? അപ്പൊ ആരായിരിക്കും? ഓപ്ഷൻസ് നോക്കേ. ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? നരേന്ദ്രമോദി ആണല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ ആരാ? നരേന്ദ്രമോദി. അപ്പൊ നോക്കേ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് പാലമായ ചെനാബ് പാലം എവിടെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്? അല്ലെ? ചെനാബ് പാലം എവിടെയായിരിക്കും? നമുക്കറിയാം. എവിടെയാ അത്?
ജമ്മു കാശ്മീർ അല്ലേ? ഓപ്ഷൻ സി ഏതാണ്? ജമ്മു കാശ്മീർ ആണ്. ബന്ധു ക്ലിനിക്കിന്റെ ലക്ഷ്യം എന്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്? ബന്ധു ക്ലിനിക്കിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചിരിക്കുന്നു. അതെന്താണ്? ഓപ്ഷൻ ബി ആണ്. എന്താ? അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ. അടുത്ത നോക്കേ, 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം അല്ലേ? അപ്പൊ എന്തായിരിക്കും അത്? ഡി ആണ് ഓപ്ഷൻ. അപ്പൊ എന്താ അത്? ഡി, പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക അല്ലെ? അപ്പൊ നോക്കേ, 2025 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒബാൽ സുജാത ചുങ്സി ഏത് രാജ്യക്കാരിയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഏത് രാജ്യക്കാരി ആയിരിക്കും അവര്? ഏത് രാജ്യക്കാരിയാണ്? തായ്ലൻഡ് അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ഏതാണ്? തായ്ലൻഡ്. 2025 ജൂണിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ദാപ്പർ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ എന്ന് ചോദിച്ചിരിക്കുന്നു അല്ലെ? അപ്പൊ ഏത് മേഖലയിലായിരിക്കും അത്? ഓപ്ഷൻ എ ഏതാണ്? കടുവാ സംരക്ഷണം. ഏതാണ്? കടുവാ സംരക്ഷണം. രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ അത് എവിടെയായിരിക്കും? എവിടെയാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഏതാണ്? ഗോവയാണ്. ഓപ്ഷൻ ബി ഏതാണ്? ഗോവയാണ്. അടുത്ത് നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു ഏത് സംസ്ഥാനത്താണ്? ഏതാ തുരങ്കമായ അല്ലേ? അപ്പൊ എങ്ങനെയാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു ഏത് സംസ്ഥാനത്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓപ്ഷൻ എ എവിടെ? ഉത്തരാഖണ്ഡ്. 2025 പുരുഷ വിഭാഗം IPL ക്രിക്കറ്റിലെ ജേതാക്കൾ ആര് എന്നാ ചോദിച്ചിരിക്കുന്നത്? ക്രിക്കറ്റ് കാണുന്നവർക്ക് കൃത്യമായി അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കും ഇത്. അപ്പൊ ആരാണ് ഉത്തരം? ഓപ്ഷൻ ഡി ഇല്ലേ? ഓപ്ഷൻ ഡി ആണ്. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ആണ്. അടുത്ത നോക്കേ, ഛത്രപതി സംഭാജി നഗർ എന്ന പുതിയ പേര് നൽകിയത് ഏത് സ്ഥലത്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഏത് സ്ഥലത്തിനായിരിക്കും? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഏതാണ്? ഔറംഗാബാദ്. അടുത്ത നോക്കേ, ഇന്ത്യയിൽ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് ഏത് നദിക്കടിയിലൂടെയാണ്? അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ എ ഹൂഗ്ലി നദി. ഓക്കെ. അടുത്ത നോക്കേ, ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചതെന്ന് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അതെന്നായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 2023 ജൂലൈ 14. ഓക്കെ. അടുത്ത നോക്കേ, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലെ ആകെ സീറ്റുകളുടെ 1/3 വനിതകൾക്കായി സംവരണം ചെയ്ത ഭരണഘടന ഭേദഗതി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഏതായിരിക്കും ആ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. 106 ഭേദഗതിയാണ്. അടുത്ത് നോക്കേ, ഇരുട്ടിൽ കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഏതായിരിക്കാം ഉത്തരം? ചൈന അല്ലെ? ഓപ്ഷൻ ഏതാണ്? ചൈനയാണ്. അടുത്ത് നോക്കിയേ, സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് സെൻസസ് അല്ലെ 2026 ആരംഭിക്കുന്നത്? എത്രാമത്തെ ആയിരിക്കും? ഓപ്ഷൻ എ ഏതാ? 8ാമത്തെ. എത്രാമത്തെയാണ്? 8ാമത്തെ.